വേഗം നമുക്കിപ്പോൾ തന്നെ പുറപ്പെടണം. അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എവിടേക്കാണെന്ന് ചോദിക്കണമെന്നുണ്ടായിരുന്നുവെങ്കിലും അവൻ്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടതും അവൾക്ക് ശബ്ദം പുറത്തേക്ക് വന്നില്ല. എങ്കിലും ധൈര്യം സംഭരിച്ച് അവൾ അവനോട് ചോദിക്കാൻ തന്നെ തീരുമാനിച്ചു. എങ്ങോട്ടാ? എൻ്റെ വീട്ടിലേക്ക്. തൻ്റെ മുഖത്തേക്ക് പോലും നോക്കാതെ നിസ്സാരമട്ടിൽ പറയുന്നവനെ അവൾ സംശയത്തോടെ വീണ്ടും നോക്കി. എൻ്റെ ഭാര്യയായി ജീവിതകാലം മുഴുവൻ അവിടെ നിന്നെ വാഴിക്കാനല്ല ഞാൻ കൊണ്ടുപോകുന്നത്. നീ ചെയ്ത തെറ്റെന്താണെന്ന് നീ മറന്നുപോയി എന്നല്ല എന്നോട് പറഞ്ഞത്. അത് സാരമില്ല, നീ മറന്നതെല്ലാം ഞാൻ നിനക്ക് ഓർമ്മിപ്പിച്ചു തരാം. പിന്നെ മറ്റൊരു കാര്യം കൂടി, എൻ്റെ വീട്ടുകാരോട് ഞാനെന്ത് പറഞ്ഞാലും ശബ്ദിക്കാതെ എന്നെ അനുകൂലിച്ച് നിന്നോളണം. എനിക്കെതിരെ ശബ്ദമുയർത്താനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ഇതുവരെ നീ അനുഭവിച്ചത് ഒറ്റക്കായിരുന്നു. എന്നാൽ ഇനി എന്നെ എതിർക്കാനാണ് ഉദ്ദേശമെങ്കിൽ നിന്റെ കുടുംബം നശിപ്പിക്കും ഞാൻ. ഇത്രയും നിസ്സാരമായി എന്നെക്കൊണ്ട് നിന്നെ ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞെങ്കിൽ നിന്റെ കുടുംബമില്ലാതാക്കാൻ എനിക്കൊരു സെക്കൻഡ് മതി. ചുവന്ന കണ്ണുകളോടെ തൻ്റെ മുഷ്ടി ചുരുട്ടി ദേഷ്യം നിയന്ത്രിച്ച് പറയുന്നവനെ കാണെ അവളുടെ ഉള്ളിൽ ഭയത്തിൻ്റെ കിരണങ്ങൾ രൂപപ്പെട്ടു. അവനോടിപ്പോൾ എതിർത്ത് സംസാരിക്കാതെ അവന് പറയുന്നത് അനുസരിക്കുന്നതാണ് നല്ലതെന്ന് അനുവിന് തോന്നി. ആദ്യം താൻ ചെയ്ത തെറ്റെന്താണെന്ന് അറിയണം. അയാൾക്ക് തന്നോട് ഇത്ര പക എന്തിനാണ് എന്നറിയണം. അതെന്തിൻ്റെ പേരിലായാലും തൻ്റെ നിരപരാധിത്വം തെളിയിച്ച് അയാളുടെ മുഖത്ത് നോക്കി 4 വർത്താനം പറയണം. അനു അത് തൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു. പുറപ്പെടാം. ഡേവിഡ് അവളെ നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. അവന് പുറകെ അല്പം അടിച്ചാണെങ്കിലും അനുവും. അവളെ കൂട്ടിക്കൊണ്ട് അവൻ ഹോട്ടലിൽ നിന്ന് പുറത്തേക്കിറങ്ങി. തൻ്റെ BMW കയറിക്കൊണ്ട് അവനവളെ ഗൗരവത്തിലൊന്ന് നോക്കി. അല്പം മടിയോടെയാണെങ്കിലും അവളും കയറി. അനുവിൻ്റെ മനസ്സിൽ എപ്പോഴും പുറകോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയാണ് തനിക്ക് തെറ്റുപറ്റിയത്? ആർക്കാണ് തന്നോട് പക? അത് എന്തിനായിരുന്നു? എന്നാൽ നിർഭാഗ്യവശാൽ അവൾക്കൊന്നിനും ഉത്തരം ലഭിച്ചില്ല. 3 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം അവരുടെ വീടിൻ്റെ വീട്ടിലെത്തി. വലിയൊരു മാളിക, പ്രൗഢിയും ഗംഭീരവും നിറഞ്ഞ വീട്. ആ വീട് കണ്ടപ്പോൾ തന്നെ അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു. ജീവിതത്തിൽ ആദ്യമായാണ് അത്രയും വലിയൊരു ബംഗ്ലാവ് അവൾ കാണുന്നത്. അതിലേക്ക് അത്ഭുതത്തോടെ അനു നോക്കി നിന്നു. അവളുടെ ആ നോട്ടം പുച്ഛത്തോടെയാണ് ഡേവിഡ് നോക്കി നിന്നത്. ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായി കാണുന്നതായിരിക്കും. ഇതൊന്നും കണ്ട് നിന്റെ കണ്ണ് മഞ്ഞളിക്കണ്ട. ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയാകാനുള്ള യോഗ്യത പോലും നിനക്കില്ല. പിന്നെ നീ ടൈം പാസിന് കൂടെ കൊണ്ട് നടക്കുന്നവരൊക്കെ റിച്ച് ആയിരിക്കുമല്ലോ. അവളെ നോക്കി പുച്ഛിച്ചുകൊണ്ട് ഡേവിഡ് പറഞ്ഞു. അനുവിൻ്റെ ക്ഷമ നശിക്കാൻ കെൽപ്പുള്ള വാക്കുകളായിരുന്നു അവ. തൻ്റെ അഭിമാനത്തിന് ചോദ്യം ചെയ്ത് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾക്ക്. നിറഞ്ഞ കണ്ണുകളോടെ ഡേവിഡിൻ്റെ നേരെ അവൾ പൊട്ടിത്തെറിച്ചു. നിർത്ത്. എന്നെക്കുറിച്ച് വായിൽ തോന്നിയത് പറയാൻ നിങ്ങളാരാ? നിങ്ങൾക്ക് എന്തറിയാം എന്നെക്കുറിച്ച്? അതിനവൻ അവളെ ഒന്ന് നോക്കി പുച്ഛിച്ചു ചിരിച്ചു. നിന്നെക്കുറിച്ചെല്ലാം എനിക്കറിയാം. നിന്റെ അഭിനയം ഒന്നും എൻ്റെ അടുത്ത് നടക്കില്ല. ഒന്നും അറിയാത്തവളെ പോലെ അഭിനയിച്ച് രക്ഷപ്പെടാമെന്ന് നീ കരുതണ്ട. നിന്നോട് സംസാരിച്ച് വേസ്റ്റ് ചെയ്യാൻ എനിക്ക് സമയമില്ല. പുറത്തേക്കിറങ്ങ്. ഡേവിഡ് പുറത്തേക്കിറങ്ങാൻ പറഞ്ഞിട്ടും അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് കാറിൽ തന്നെ ഇരിക്കുന്ന അനുവിനെ കണ്ടതും അവൻ്റെ മുഖം ദേഷ്യത്തിൽ ചുവന്നു. പുറത്തേക്കിറങ്ങടി. അവൻ അലറിയതും അനു പേടിച്ച് പുറത്തേക്കിറങ്ങി. മുറ്റത്തെ കാറ് നിൽക്കുന്ന ശബ്ദം കേട്ടതും കുരിശു വീട്ടിലെ ആളുകളെല്ലാം പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഡേവിഡിൻ്റെ വല്യപ്പച്ചനും വല്യമ്മച്ചയും പിന്നെ സഹോദരൻ്റെ ഭാര്യ ലിസയുമാണ് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നത്. പുറത്തേക്ക് ഇറങ്ങി വന്ന ഡേവിഡിനെയും അവൻ്റെ അടുത്ത് നിൽക്കുന്ന അനുവിനെയും കണ്ടതും അവരുടെ മുഖത്ത് പ്രത്യേകിച്ചൊരു ഭാവവും വന്നില്ല. അപ്പോഴും എല്ലാവരും അവരെ 2 പേരെയും ഗൗരവത്തോടെ നോക്കി നിന്നു. ഡേവിഡിൻ്റെ വല്യച്ഛൻ ഒരു 80-നോടടുത്ത് പ്രായം തോന്നിക്കുന്ന, തലനിരച്ച് കാണാൻ നല്ല പ്രൗഢിയുള്ള അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു. എലിസബത്തെ, അവരെത്തി. കുരിശ് വരച്ച് പെണ്ണിനകത്തേക്ക് കയറ്റ്. പെട്ടെന്നകത്തു നിന്നും 50-നോട് പ്രായം തോന്നുന്ന ഒരു സ്ത്രീ കയ്യിൽ മെഴുകുതിരിയുമായി അവർക്കടുത്തേക്ക് വന്നു. അനുവിൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് കയ്യിൽ മെഴുകുതിരി കൊടുത്ത് അവരെ അകത്തേക്ക് കയറ്റി. എന്നാൽ അവരുടെ മുഖത്തേക്ക് നോക്കുകയോ അവരെ മൈൻഡ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. അവർ ചെയ്തിരുന്ന പ്രവൃത്തികളെല്ലാം യാന്ത്രികമായിരുന്നു. അവർ മാത്രമല്ല, ചുറ്റും കൂടി നിന്ന കുടുംബക്കാരെല്ലാവരും ഗൗരവത്തിലായിരുന്നു. പൊട്ടനാട്ടം കാണുന്ന അവസ്ഥയായിരുന്നു അനുവിന്. തൻ്റെ കുടുംബം തന്നോട് കാണിക്കുന്ന അവഗണന ഡേവിഡിന് സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. വല്യപ്പച്ച, ഞാൻ. ഡേവിഡ് അയാളോട് സംസാരിക്കാൻ പോയതും പെട്ടെന്ന് വല്യപ്പച്ചൻ മുഖം തിരിച്ചു. ലിസ മോളെ.
കുറച്ചപ്പുറം മാറി നിൽക്കുന്ന ലിസിയെ വല്യപ്പച്ചൻ അയാളുടെ അടുത്തേക്ക് വിളിച്ചു. അവരോട് കയറിയിരിക്കാൻ പറ, യാത്രാക്ഷീണം ഉണ്ടാവും. എന്താണെങ്കിലും വൈകുന്നേരം എല്ലാവരും വന്നതിനു ശേഷം സംസാരിക്കാം എന്ന് പറഞ്ഞേക്ക്. ശരി വല്യപ്പച്ച. അത്രമാത്രം സംസാരിച്ചുകൊണ്ട് ഡേവിഡിന്റെ മുഖത്തേക്ക് പോലും നോക്കാതെ അയാൾ അകത്തേക്ക് കയറിപ്പോയി. ഡേവിഡിന് വല്ലാത്ത വേദന തോന്നി. വല്യപ്പച്ചന് ഏറ്റവും പ്രിയം തന്നോടാണ്. ഒരുപക്ഷെ തൻ്റെ അച്ഛനേക്കാൾ കൂടുതൽ ഇഷ്ടം തന്നെയാണ്. എന്നിട്ടും ഇപ്പോൾ ഒന്ന് നേരെ സംസാരിക്കുക പോലും ചെയ്യാതെ പോയപ്പോൾ അതിനെല്ലാം കാരണക്കാരിയായ അനുവിനോടാണ് അവന് ദേഷ്യം തോന്നിയത്. ഡേവിഡിന്റെ ചേട്ടൻ ആദിത്യന്റെ ഭാര്യയാണ് ലിസ. അവർക്ക് 3 വയസ്സുള്ളൊരു മോളുണ്ട്. പേര് എമി. ഡേവിഡ്, നിങ്ങളുടെ മുറി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടേക്ക് പോയി വിശ്രമിക്കാം. വേണ്ട എടുത്തി, ഞങ്ങൾ 2 പേരും ലീനമോളുടെ അടുത്തേക്ക് പോകുവാണ്. അവരെ നോക്കി ചിരിച്ചെന്ന് വരുത്തിക്കൊണ്ട് ലിസ തൻ്റെ മുറിയിലേക്ക് പോയി. നീ ചെയ്ത തെറ്റെന്താണെന്ന് മറന്നുപോയി. നിനക്ക് ഓർമ്മയില്ല എന്നല്ല പറഞ്ഞേ. അത് എന്താണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. എല്ലാവരും പോയി എന്ന് ഉറപ്പുവരുത്തിയതും ദേഷ്യം കൊണ്ട് ചുവന്ന മുഖത്തോടെ അവൻ അനുവിൻ്റെ കൈ തണ്ട പിടിച്ചു ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. ഡേവിഡ് അനുവിൻ്റെ കൈ പിടിച്ചു വലിച്ചുകൊണ്ട് ഒരു മുറിയിലേക്ക് കയറിപ്പോയി. വലിയ വിശാലമായ വലിയ മുറിയിലൊന്ന് ചലിക്കാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ മുമ്പിലേക്ക് ഡേവിഡ് അവളെ കൊണ്ടുപോയി നിർത്തി. ഒരു നിമിഷം ബെഡിൽ ചലനമറ്റ് കിടക്കുന്ന പെൺകുട്ടിയെ കണ്ടതും അവൾ ആ മുഖം ഓർക്കാൻ ശ്രമിച്ചു. എന്നാൽ അവളുടെ ഓർമ്മകളിൽ എവിടെയും അലീനയുടെ മുഖം തെളിഞ്ഞു വന്നില്ല. പെട്ടെന്ന് അവളെ തിരിച്ചു നിർത്തി അവളുടെ മുഖത്തടിച്ചിരുന്നു ഡേവിഡ്. നീ ഒരൊറ്റൊരുത്തിയാണ് എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയത്. ഡേവിഡ് പറഞ്ഞതിൻ്റെ പൊരുളറിയാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു അനു. എന്താടി, നിനക്ക് ഓർമ്മ വരുന്നില്ലേ? എൻ്റെ ലീനമോളെ, എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? സ്വത്തിൻ്റെയും സമ്പത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും നടുക്ക് ജീവിച്ചിട്ട് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്തവളാണ് എൻ്റെ മോള്. ഒരു പൂമ്പാറ്റയെ പോലെ പാറി നടന്നവൾ. ഡേവിഡ് പറയുന്നത് എന്താണെന്ന് മനസ്സിലാകാതെ അനു അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. ഇനിയും നിനക്കൊന്നും ഓർമ്മയില്ല. നിന്നെ ഞാൻ ഓർമ്മിപ്പിക്കാം. കഴിഞ്ഞ നവംബർ മാസം 18-ാം തീയതി നിനക്ക് ഓർമ്മയുണ്ടോ? എന്തോർത്തതുപോലെ അനുവിൻ്റെ കണ്ണുകളിൽ ഭയം നിഴലിച്ചു. പെട്ടെന്ന് കണ്ണുകളിൽ കണ്ണുനീർ കുമിഞ്ഞുകൂടി. നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ രൂപപ്പെട്ടു. അവളുടെ ശബ്ദം പുറത്തേക്ക് വരാത്തതുപോലെ തോന്നി. കണ്ണുകൾ വിടർത്തി അവൾ ഭയത്തോടെ ഡേവിഡിനെ നോക്കി. എന്നാൽ ആ കണ്ണുകളിൽ ഭയത്തേക്കാൾ കൂടുതൽ നിറഞ്ഞു നിന്നത് കുറ്റബോധം മാത്രമായിരുന്നു. അവളുടെ മുഖഭാവം കണ്ടതും ഡേവിഡിൻ്റെ മുഖം പുച്ഛത്തിലൊന്ന് കോടി. അപ്പോൾ നീ മറന്നിട്ടില്ലല്ലോ? പറഞ്ഞിരുന്നത് അതോടൊപ്പം അനുവിൻ്റെ മുഖത്ത് ഡേവിഡിൻ്റെ അടുത്ത കൈയും പതിച്ചിരുന്നു. ഇവളെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിച്ചതും പോരാ, എന്നിട്ടൊന്ന് തിരിഞ്ഞു പോലും നോക്കാതെ കടന്നു കളഞ്ഞവളല്ലടി നീ. പൊന്ന മോളെ. അനുവിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അവൻ അലറി. അനുവിന് ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്നത് കണ്ടതും അവന് തൻ്റെ കൈകൾ പിൻവലിച്ചു. അനു ചുമച്ചുകൊണ്ട് താഴേക്കിരുന്നു. നിനക്ക് വേദനിക്കുന്നുണ്ടല്ലേ? വേദനിക്കണം. നിന്നോട് ഞാൻ ക്ഷമിക്കുകയായിരുന്നു. എന്നാൽ അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള മനസ്സ് പോലും നീ കാണിച്ചിരുന്നില്ല. അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് വിളിക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു. നിന്റെയൊക്കെ സ്വാർത്ഥത കാരണം നഷ്ടം ഞങ്ങൾക്കാണ്. എങ്ങനെ തോന്നി നിനക്ക്? ഇവളും നിന്നെ പോലൊരു പെണ്ണല്ലേ? ഡേവിഡിൻ്റെ വാക്കുകൾ അനുവിൻ്റെ ഹൃദയത്തിൽ കൂരമ്പ് കണക്ക് തരച്ചു കയറി. തനിക്ക് പറ്റിയ ഒരു വലിയ തെറ്റ്, അത് തകർത്തതൊരു പെൺകുട്ടിയുടെ ജീവിതം. അനുവിന് അലീനയുടെ മുഖത്ത് നോക്കാൻ പോലും സാധിച്ചില്ല. അത്രത്തോളം അവളുടെ ഹൃദയം കുറ്റബോധം കൊണ്ട് നേറുകയായിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണ്, ഒരിക്കൽ അറിയാതെ പറ്റിയ കയ്യബദ്ധം. എന്നാൽ അനുവിൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ചുകൊണ്ട് ഡേവിഡ് അവളെ എഴുന്നേൽപ്പിച്ചു. ഇനിയുള്ള നിന്റെ ആയുസ് മുഴുവൻ നീ ലീനമോളെ ശുശ്രൂഷിക്കണം. അവളുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി ചെയ്യണം. മറ്റുള്ളവരുടെ മുൻപിൽ നീ എൻ്റെ ഭാര്യയായിരിക്കും. എന്നാൽ ഇവിടുത്തെ ജോലിക്കാരിയുടെ പരിഗണന പോലും ഞാൻ നിനക്ക് തരില്ല. ഒരിക്കലും നിനക്കൊരു ഭർത്താവിൻ്റെ സ്നേഹമോ കരുതലോ സംരക്ഷണമോ എൻ്റെ പക്കൽ നിന്ന് കിട്ടില്ല. ഈ ജന്മം എൻ്റെ അടിമയായി ജീവിക്കാനാണ് നിന്റെ വിധി. അവളെ ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് ഡേവിഡ് മുറിക്ക് പുറത്തേക്ക് പോയി. ഈ ശിക്ഷ താൻ അർഹിക്കുന്നു. അനുവിൻ്റെ മനസ്സ് 1000 ആവർത്തി അവളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഡേവിഡ് നടന്നു പോകുന്ന വഴിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ഇരുന്നു. ഇന്നിവിടെ എത്തുന്നത് വരെ ഇതൊരു തെറ്റിദ്ധാരണയാണ്. ഇയാളെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചു വീട്ടിലേക്ക് പോകാമെന്നൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഈ ശിക്ഷ ഞാൻ അർഹിക്കുന്നതാണ്. ഞാനായി വരുത്തി വെച്ചത്. തളർന്നു കിടക്കുന്ന ലീനയുടെ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നുപോയി. ശാന്തമായി കണ്ണടച്ച് കിടക്കുകയാണ് അവൾ. അലീന
ഒരു കുഞ്ഞു സുന്ദരി, വട്ടമുഖവും കുഞ്ഞിക്കണ്ണുകളും തുടുത്ത കവിളുകളും കുട്ടിത്തം വിളിച്ചോതുന്ന മുഖം. തന്നേക്കാൾ 2-3 വയസ്സ് കുറവായിരിക്കും. ഒരു 19 വയസ്സിൽ കൂടുതൽ പറയില്ല. ഒരു ചെറിയ പ്രായത്തിൽ ഇവൾക്ക് ഈ അവസ്ഥ വന്നെങ്കിൽ അതിന് പൂർണ്ണമായും ഉത്തരവാദി താൻ മാത്രമാണ് എന്നുള്ളത് അവളെ കുത്തി നോവിച്ചുകൊണ്ടിരുന്നു. അലീനയുടെ അടുത്തേക്ക് പോയി അവളുടെ കാലുകളിൽ പിടിച്ചു അനു. അവളുടെ കണ്ണുകളിൽ നിന്നും വീണു കണ്ണുനീർ തുള്ളികൾ അലീനയുടെ കാലുകളിൽ സ്പർശിച്ച് ഒഴുകിക്കൊണ്ടിരുന്നു. അനു മനസ്സുകൊണ്ട് 1000 ആവർത്തി അവളോട് മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. മാപ്പ്, പൊറുക്കണം, അറിഞ്ഞുകൊണ്ടല്ല അറിയാതെ പറ്റിപ്പോയതാ. ഞാൻ കാരണമാണ് കുട്ടിക്ക് ഈ അവസ്ഥ. എന്ത് ശിക്ഷ വേണമെങ്കിലും തന്നോളൂ, ഞാൻ അനുഭവിച്ചോളാം. ഇനിയുള്ള എൻ്റെ ജീവിതകാലം മുഴുവൻ ഒരടിമയായി ഈ വീട്ടിൽ ജീവിച്ച് തീർത്തോളാം ഞാൻ. പക്ഷേ എന്നോട് പൊറുക്കണം. അലീനയുടെ കാലുകളിൽ പുണർന്നുകൊണ്ട് അനു പൊട്ടിക്കരഞ്ഞു. എത്ര നേരം അനു ആ നിലത്ത് നിന്ന് എന്നറിയില്ല. അപ്പോഴും അവളുടെ കണ്ണുകൾ കണ്ണുനീർ തുള്ളികളെ നിർത്താതെ ഒഴുകിക്കൊണ്ടിരുന്നു. താനിവിടെ നിൽക്കുവാണോ? ലിസയുടെ ശബ്ദമാണ് അവളെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. ലിസയെ കണ്ടതും പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് തൻ്റെ കണ്ണുകൾ അമർത്തി തുടച്ചു അനു. കരഞ്ഞു കലങ്ങി അവളുടെ കണ്ണിലേക്ക് ചുവന്നു നിൽക്കുന്ന മുഖത്തേക്കും ലിസ സംശയത്തോടെ നോക്കി നിന്നു. തനിക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഡ്രസ്സുമായി മുറിയിൽ പോയി നോക്കിയപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. അതാണ് ഇങ്ങോട്ട് വന്നത്. ഡേവിഡ് അത്യാവശ്യമായി ഓഫീസിലേക്ക് പോയി. തനിക്ക് മുറി കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. വന്നാൽ ഞാൻ മുറിയിലാക്കി തരാം. അനു പതിഞ്ഞ സ്വരത്തിലൊന്ന് മൂളുക മാത്രം ചെയ്തു. അനുവിനെ നോക്കിക്കൊണ്ട് ലിസ അത് പറഞ്ഞ് അനു ലിസയോടൊപ്പം മുറിയുടെ പുറത്തേക്ക് ഇറങ്ങി. പോകുന്നതിന് മുൻപ് അലീനയെ ഒന്ന് നിറഞ്ഞ കണ്ണുകളോടെ നോക്കാനും അനു മറന്നില്ല. ലിസ അനുവിനെ കൂട്ടി നടക്കുന്നതിനിടയിൽ അനു വീട് മുഴുവനൊന്ന് ശ്രദ്ധിച്ചു. വളരെ വലിയൊരു ആഡംബര വീടായിരുന്നു അത്. താഴത്തെ നിലയിൽ തന്നെ 20-ൽ പരം മുറികളുണ്ടെന്ന് തോന്നി അനുവിന്. ലിസ അനുവിനെ കൂട്ടിക്കൊണ്ട് മുകളിലേക്കുള്ള വലിയ സ്റ്റെയർ കയറി. താഴത്തേതുപോലെ തന്നെ വളരെ വിശാലമായിരുന്നു മുകളിലത്തെ നിലയും. താഴെയും മേലെയും വെള്ള കളർ മാർബിളായിരുന്നു ഇട്ടിരുന്നത്. പോരാതെ വെള്ള കളർ പെയിന്റ്, വെള്ള കളർ കർട്ടനിട്ട് വീട് അലങ്കരിച്ചിരിക്കുന്നു. മൊത്തത്തിലൊരു ഭംഗിയുണ്ടായിരുന്നു അവിടം കാണാന്. ലിസാനുവിനെ കൂട്ടി നടന്നു മുകളിലത്തെ നിലയുടെ ഏറ്റവും അറ്റത്തുള്ള വലിയ മുറിയുടെ മുൻപിൽ ചെന്ന് നിന്നു. ഇതാണ് ഡേവിഡിൻ്റെ മുറി. ഇനി മുതൽ തൻ്റെയും. ഇപ്പോഴത്തേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. തൻ്റെ കയ്യിലുള്ള കവർ അനുവിന് നൽകിക്കൊണ്ട് ലിസ പറഞ്ഞു. അനുവിനെ നോക്കി ഒന്ന് ചിരിച്ചൊന്ന് വരുത്തി ലിസ തിരിഞ്ഞു നടന്നു. പിന്നെ എന്തോ ആലോചിച്ചതുപോലെ നിന്ന് തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു, തൻ്റെ പേര് പറഞ്ഞില്ലല്ലോ? അനുരാധ. അനു പതിഞ്ഞ ശബ്ദത്തിൽ മറുപടി നൽകി. ഞാൻ ലിസ, ഡേവിഡിൻ്റെ ചേട്ടൻ ആദത്തിൻ്റെ ഭാര്യയാണ്. അനുവിനെ നോക്കി അത് പറഞ്ഞതും അനു ചിരിച്ചെന്ന് വരുത്തി. ലിസ പോയതും അനു പതിയെ മുറിയുടെ കതക് തുറന്നകത്തേക്ക് കടന്നു. വളരെ വിശാലമായ മുറി. മുറിയുടെ ഒത്തനടുക്കായി ഒരു വലിയ ബെഡും പിന്നെ തൊട്ടപ്പുറത്തായി ഒരു വലിയ സോഫയുമുണ്ട്. മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്കൊരു ഡോറുണ്ട്. അത് തുറന്ന വിശാലമായ ബാൽക്കണിയാണ്. അവിടെ നിന്ന് നോക്കിയാൽ സുന്ദരമായ കാഴ്ചകളും ആ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കണമെന്ന് തോന്നിയെങ്കിലും അതിനവൾക്ക് സാധിച്ചില്ല. ഒന്ന് മനസ്സറിഞ്ഞ് ചിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അനുവിന്. കണ്ണടച്ചാൽ മനസ്സിലേക്ക് വരുന്നത് ജീവശവമായി കിടക്കുന്ന അലീനയുടെ രൂപമാണ്. താൻ കാരണം, തൻ്റെ കൈപ്പിഴവ് കാരണം. അല്പസമയം അനു അതേ നിൽപ്പ് തുടർന്നു. പിന്നെ പതിയെ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കയറി. തൻ്റെ കയ്യിലുള്ള കവർ തുറന്നു നോക്കിയതും അതിൽ അനുവിനൊരു സാരിയും അതിന് മാച്ചായ ബ്ലൗസും ഉണ്ടായിരുന്നു. അവയിലേക്കൊന്ന് നോക്കിക്കൊണ്ട് അനു ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ബാത്റൂം ഒട്ടും മോശമല്ല, ലക്ഷറി ആയിട്ടുള്ള സെറ്റപ്പാണ്. തൻ്റെ ദേഹത്തു നിന്ന് സാരിയും ബ്ലൗസും അഴിച്ചു മാറ്റിക്കൊണ്ട് അവൾ ഷവറിൻ്റെ താഴെ നിന്നു. ഷവറിൽ നിന്നും വരുന്ന തണുത്ത വെള്ളത്തിന് അവളുടെ മനസ്സിലെ കനലുകളെ അണക്കാൻ കഴിയാതെയായി. ശരീരത്തിലേക്ക് വെള്ളം തട്ടിയതും അനുവിന് തൻ്റെ കഴുത്തിൽ ചെറുതായി ഒരു നീറ്റൽ അനുഭവപ്പെട്ടു. അവിടെ കൈ ചേർത്ത് വെച്ചതും ചെറുതായി ചോര പൊടിഞ്ഞിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടു. കുറച്ചു മുൻപ് നടന്ന രംഗം അവളുടെ മനസ്സിലേക്ക് വന്നു. തന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ട് കഴുത്തിൽ കുത്തിപ്പിടിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ നഖം തട്ടിയ പാടാണ്. അനുവിൻ്റെ ചൊടികളിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു, വേദനയുടെ പുഞ്ചിരി. അല്പസമയം മുൻപ് വരെ ആ മനുഷ്യനോട് ദേഷ്യമായിരുന്നു. ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ തന്നെ ക്രോശിക്കുന്നതിന്. തൻ്റെ വീട്ടുകാരുടെ മുൻപിൽ, കുടുംബത്തിന് മുൻപിൽ, നാട്ടുകാരുടെ മുൻപിൽ അപമാനപ്പെടുത്തി, നാണം കെടുത്തി, സ്വന്തങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും പറിച്ചു മാറ്റി.
എല്ലാവരുടെയും അവഗണനയോട് കൂടിയും വെറുപ്പോടെ കൂടിയുള്ള നോട്ടം തൻ്റെ ശരീരത്തിൽ പുഴുവരിക്കുന്ന പോലെയായിരുന്നു അവൾക്ക് തോന്നിയിരുന്നത്. അച്ഛൻ്റെയും അമ്മയുടെയും ഏട്ടൻ്റെയും കണ്ണുകളിൽ കണ്ട വേദന, നിസ്സഹായ അവസ്ഥ, പിന്നെ തന്നോടുള്ള വെറുപ്പ് എല്ലാം ഓർക്കും തോറും ഹൃദയം നിലച്ചു പോകുന്ന വേദന അവൾക്ക് അനുഭവപ്പെട്ടു. പക്ഷെ അപ്പോഴും അവൾക്കറിയാമായിരുന്നു ഈ ശിക്ഷ താൻ അർഹിക്കുന്നു. കാരണം താൻ കാരണം ജീവിതം നഷ്ടപ്പെട്ടൊരു പാവം പെൺകുട്ടിയുണ്ട്. ഇപ്പോൾ അവൾക്ക് ഡേവിഡിനോട് ദേഷ്യമില്ല, വെറുപ്പില്ല. അനിയത്തിയെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരു ചേട്ടൻ ചെയ്യുന്ന പ്രതികാരം. പക്ഷേ തനിക്കറിയാതെ പറ്റിപ്പോയതല്ലേ, അതിനെൻ്റെ ജീവിതം തകർക്കണമായിരുന്നു. എന്നാൽ ഹൃദയം ഒരു വശത്ത് അവന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്നു. അതെ, ഇതെല്ലാം ഞാൻ അർഹിക്കുന്നു. കാരണം ഒരു തെറ്റും ചെയ്യാത്ത പാവം പെൺകുട്ടി. അവൾക്കുമില്ലേ തന്നെ പോലൊരു കുടുംബം, ആഗ്രഹങ്ങൾ, സ്വപ്നങ്ങൾ, ജീവിതം. ഇതെല്ലാം ഇല്ലാതായതിന് ആരാണ് കാരണം? ഞാൻ മാത്രം. അദ്ദേഹം പറഞ്ഞതുപോലെ ഒന്ന് കാറ് നിർത്തി ഹോസ്പിറ്റൽ കൊണ്ടുപോകാനുള്ള മനസ്സ് താൻ കാണിച്ചിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും അറിയിച്ച് അവളെ ഹോസ്പിറ്റൽ എത്തിക്കാനുള്ള സംവിധാനം ചെയ്തിരുന്നുവെങ്കിൽ അല്പമെങ്കിലും ആശ്വസിക്കാമായിരുന്നു. ഞാൻ എന്നെക്കുറിച്ച് മാത്രമേ ചിന്തിച്ചുള്ളൂ. അദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ സ്വാർത്ഥയായി മാറി. അനുവിൻ്റെ കണ്ണു വീണ്ടും നിറഞ്ഞൊഴുകി. അല്പസമയത്തിനു ശേഷം അനു പുറത്തേക്കിറങ്ങി. ലിസ കൊടുത്ത കവറിലുള്ള സാരി മാറി മുടി വെറുതെ ഒരു ക്ലിപ്പിട്ടു. അനു അവളെ തന്നെ ഒന്ന് നോക്കി. കണ്ണുകളിൽ കറുപ്പ് ബാധിച്ചിരിക്കുന്നു. കഴുത്തും കാതും കൈകളുമെല്ലാം ശൂന്യമാണ്. എന്തിന്, നെറ്റിയിലൊരു പൊട്ടുപോലുമില്ല. പക്ഷെ അപ്പോഴും അവളുടെ കഴുത്തിലെ താലി തിളങ്ങിക്കൊണ്ടിരുന്നു. അനുരാധ, ലിസയുടെ ശബ്ദം കേട്ടതും അനു തിരിഞ്ഞു നോക്കി. താഴെ വിളിക്കുന്നുണ്ട്. അത് മാത്രം പറഞ്ഞ ലിസ നടന്നുപോയി. അനുവിനാകെ പരിഭ്രമം തോന്നി. എന്തിനായിരിക്കും വിളിക്കുന്നത്? അല്പം മടിച്ചാണെങ്കിലും അവൾ ലിസയുടെ പുറകെ നടന്നു. ജോസഫ് കുരിശിങ്ങൽ, ഭാര്യ റീത്ത കുരിശിങ്ങൽ. അദ്ദേഹത്തിൻ്റെ മൂത്ത മകനാണ് സേവ്യർ ജോസഫ് കുരിശിങ്ങൽ, ഭാര്യ എലിസബത്ത്. അവർക്ക് 3 മക്കൾ. ആദം സേവ്യർ കുരിശിങ്ങൽ, ഡേവിഡ് സേവ്യർ കുരിശിങ്ങൽ, അലീന സേവ്യർ കുരിശിങ്ങൽ, ജോൺ ജോസഫ് കുരിശിങ്ങൽ, സാറ ജോസഫ് കുരിശിങ്ങൽ, ടോണി ജോസഫ്, റോണി ജോസഫ്, ലിൻഡ ജോസഫ്. ഇതാണ് കുരിശിങ്ങൽ ഫാമിലി. ഹാളിലെ വലിയ സോഫയിൽ ഇരിക്കുകയാണ് വല്യപ്പച്ചനും ജോസഫും. അയാളുടെ വാമഭാഗത്ത് റീത്താമ്മയുമുണ്ട്. അതിനു ചുറ്റും കുടുംബത്തിലെ മുതിർന്ന എല്ലാ അംഗങ്ങളുമുണ്ട്. ഇന്ന് കാലത്താണ് ഡേവിഡ് അപരിചിതയായ ഒരു അന്യജാതി പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടിയ വിവരം കുടുംബം അറിയുന്നത്. ഉടനെ വല്യപ്പച്ചൻ ഡേവിഡിനെ വിളിച്ചു വീട്ടിലേക്ക് വരുത്തി. എന്നാൽ ഡേവിഡിൻ്റെ വിവാഹത്തിൻ്റെ സത്യാവസ്ഥ അറിയാനാണ് ഡേവിഡ് ഈ കുടുംബയോഗം വിളിച്ചു ചേർത്തത്. സേവ്യറും ജോണും ബിസിനസ് ആവശ്യത്തിന് മുംബൈയിൽ പോയതായിരുന്നു. എല്ലാവരും അനുവിനെ കാത്തു നിൽക്കുവാണ്. ഡേവിഡ് ഒരു കുറ്റവാളിയെ പോലെ നിൽക്കുന്നുണ്ട്. അവൻ്റെ അടുത്ത് ആദം നിൽക്കുന്നു. ചുറ്റുമായി കുടുംബത്തിലെ ഓരോരുത്തരും. അനു അങ്ങോട്ട് കടന്നു വന്നതും വല്യപ്പച്ചൻ അവളെ നോക്കിയതിനു ശേഷം ഡേവിഡിനോട് സംസാരിച്ചു തുടങ്ങി. പറ ഡേവിഡ്, ഞങ്ങൾ ആരെയും അറിയിക്കാതെ നീ രഹസ്യമായി ഈ കുട്ടിയെ വിവാഹം കഴിച്ചത് എന്തിനാണ്? നിനക്കൊരിഷ്ടമുണ്ടെങ്കിൽ ഞങ്ങളത് സാധിച്ചു തരില്ലായിരുന്നോ? എന്തുകൊണ്ട് നീ ഈ വിവരം ഞങ്ങളെ അറിയിച്ചില്ല?